നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. GCC ജനസംഖ്യ 61.2 മില്യണായി. ആണ്-സ്ത്രീ അനുപാതം വലിയ വ്യത്യാസത്തിൽ. GCC സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് പ്രകാരം ഗൾഫ് രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യ ഇപ്പോൾ 61.2 മില്യണിലേക്ക് എത്തി. അതിൽ പുരുഷന്മാരുടെ അനുപാതം സ്ത്രീകളെക്കാൾ വളരെ കൂടുതലാണ്. 169 ആണിന് 100 സ്ത്രീകൾ. തൊഴിലവസരങ്ങൾ തേടി വരുന്ന വിദേശ തൊഴിലാളികളാണ് ഇതിന് പ്രധാന കാരണം. സൗദി ഓഹരി വിപണിയിൽ GCC പ്രവാസികൾക്ക് നേരിട്ട് നിക്ഷേപിക്കാൻ അനുവാദം. ഇനി മുതൽ GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് സൗദി അറേബ്യയുടെ പ്രധാന ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപം നടത്താൻ കഴിയുമെന്ന് സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അറിയിച്ചു. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. റഷ്യ-ഉക്രൈൻ യുദ്ധം. സമാധാനപരമായ പരിഹാരത്തിന് GCCയുടെ പിന്തുണ. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് സമാധാനപരമായ രാഷ്ട്രീയ പരിഹാരമാണ് ആവശ്യപ്പെട്ട് GCC ഔദ്യോഗികമായി വീണ്ടും നിലപാട് വ്യക്തമാക്കി. സംഭാഷണത്തിലൂടെ പ്രശ്ന പരിഹാരമാണ് മാർഗമെന്ന് സംഘടന വ്യക്തമാക്കി. US ചൈന വ്യാപാര ഭീഷണി. GCC ഓഹരി വിപണിയിൽ മിശ്ര പ്രവർത്തനം കാണിക്കുന്നു. USഉം ചൈനയും തമ്മിലുള്ള വ്യാപാര നയങ്ങളിൽ ഉണ്ടായ ആധുനിക മാറ്റങ്ങൾ GCCയിലെ പ്രധാന ഓഹരി സൂചികകളിൽ മിശ്ര സ്വഭാവം സൃഷ്ടിച്ചു. ചില വിപണികളിൽ നേട്ടം കണ്ടപ്പോൾ മറ്റു ചിലത് ഇടിവിലും ആകുന്നു. OPEC+ അംഗങ്ങൾ സെപ്റ്റംബർ മുതൽ എണ്ണ ഉൽപാദനം സാധാരണ നിലയിലാക്കുന്നു. OPEC+ സംഘടന 2024 തുടങ്ങിയ താൽക്കാലിക എണ്ണ ഉൽപാദന കുറവ് ഈ സെപ്റ്റംബറിൽ അവസാനിപ്പിക്കാൻ നീക്കം ആരംഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയാടുകൾക്ക് കൂടുതൽ ഉൽപാദന സാധ്യത ഉണ്ടാകണമെന്നാണ് കണക്ക്. GCCയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ വിപണി വേഗത്തിൽ വളരുന്നു. ഭക്ഷ്യ സംരക്ഷണ മേഖലയിലെ മുൻനിര മേഖലയായ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം GCCയിൽ സ്ഥിരമായി ഉയരുന്നു. നഗരവികസനവും വസ്ത്രവ്യാപാര ശീലങ്ങളും ഇതിന് പിന്തുണ നൽകുന്നു. GCCയിൽ എത്തിൽ അസിസ്റ്റഡ് വിപണിയിൽ 2.4% വളർച്ചയിലേക്ക്. ഗൾഫ് വ്യാവസായിക മേഖലയിലെ എത്തിൽ അസിസ്റ്റേറ്റ് എന്ന രാസവസ്തുവിന്റെ വിപണി 2024-2035 കാലയളവിൽ വാർഷികം 2.4% വളർച്ച കാണുമെന്നാണ് കണക്കാക്കുന്നത്. പെയിന്റ്, ഇന്നം തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾ കൂടുതലാകുകയാണ് കാരണം. മൊളാസ് മാർക്കറ്റ് GCCയിൽ നിമിഷ വളർച്ചയിലാണ്. മൊളാസ് വിപണി അത്ര വലിയ വളർച്ച കാണിക്കാത്ത മേഖലയിൽ പെടുന്നു. 2035ഓടെ 12 മില്യൺ വിപണിയാകുമെന്നാണ് കരുതുന്നത്. ആഹാരപാനീയ മേഖലയിൽ മാത്രമാണ് വ്യാപനം. US വിപണികളിലെ മാറ്റങ്ങൾ. GCCയിലെ നിക്ഷേപകരും കാത്തിരിപ്പിലാണ്. USലെ കനത്ത സാമ്പത്തിക റിപ്പോർട്ടുകൾക്കും പുതിയ ടാരിഫ് തീരുമാനങ്ങൾക്കും ശേഷം GCC വിപണികൾ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിക്ഷേപകർ കൂടുതൽ സൂക്ഷ്മ സമീപനമാണ് സ്വീകരിക്കുന്നത്. GCC ടൂറിസം വിസ ഉടൻ എത്തുന്നു. ഷെങ്കൻ മാതൃകയിൽ ഒരു യൂണിഫൈഡ് വിസ. GCC യൂണിഫൈഡ് ടൂറിസം വിസ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയതായി ഗൾഫ് ടൂറിസം മന്ത്രിതല യോഗത്തിൽ സ്ഥിരീകരിച്ചു. ഇതുവഴി ഒരു വിസയോടെ എല്ലാ GCC രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഷെങ്കൻ വിസയെ മാതൃകയാക്കിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.